ഒരു വെള്ളക്കാരൻ മറ്റൊരു വെള്ളക്കാരൻ എന്ന് പറയുന്ന സംഭവമാണ് എനിക്ക് മെയിനായിട്ട് പ്രൊജക്റ്റ് ചെയ്തത് അല്ലേ. കാരണം ആ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഇല്ല. അതെനിക്ക് അതെ അതെനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു സമൂഹത്തിന്റെ പ്രോബ്ലമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാം സ്റ്റേറ്റ് പ്രൊവൈഡഡ് ആണ്. ഇപ്പം അസുഖം വന്നാൽ സ്റ്റേറ്റ് കൊടുക്കും. ഇപ്പം വഴിയിൽ കിടന്നു കഴിഞ്ഞാൽ റെസ്ക്യൂ ഇത് വരും, വണ്ടി വരും. പ്രശ്നങ്ങൾ അസുഖമാണെങ്കിൽ അയലത്തെ ആൾക്കാരെ വിളിക്കേണ്ട കാര്യമില്ല, ആംബുലൻസ് വരും. ഇപ്പം അതൊക്കെ കുറേ മാറിയിട്ടുണ്ട്. എങ്കിലും ഇതാണ് പൊതുവെ ഡെവലപ്ഡ് കൺട്രിയിൽ നടക്കുക. ഇപ്പം ഒരു പിന്നെ ഡോക്ടറിനെ കാണണമെങ്കിൽ ഉണ്ട്. ഇപ്പോൾ ഡോക്ടറിനെ കാണാൻ തന്നെ പോകാൻ പറ്റത്തില്ലെങ്കിൽ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിനുള്ള വണ്ടിയുണ്ട്. അപ്പം ഇങ്ങനെ പറയുന്ന ഒരു സ്റ്റേറ്റ് പ്രൊവൈഡഡ് സർവീസാണ് നമ്മുടെ നാട്ടിൽ നടക്കുക. അപ്പം ആരുടെയും റെസ്പോൺസിബിലിറ്റി അല്ല പബ്ലിക്കിൽ ഇങ്ങനെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്ന ഇതൊരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ആണ്. കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ സമൂഹം പൊതുവെ ഇങ്ങനെയാണ്. കാരണം ഇപ്പം നമ്മളൊരു വഴിയിൽ വെച്ചിട്ട് ഒരുത്തന്നെ മൊബൈൽ ആരെങ്കിലും പിടിച്ചുറച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ ഒരുത്തനെ ഇടിക്കുന്നു. നമ്മൾ ഇവിടുത്തെ ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രധാന പോരായ്മയായിട്ട് ഞാൻ കണ്ടത് അവിടെ ഒരുത്തനും ഇടപെടത്തില്ല കഴിവതും. പക്ഷേ ഇടപെടുന്ന ആൾക്കാരും ഉണ്ട്. അത് ഞാൻ പലതവണ പല ഇൻസിഡൻറ്റിൽ റേഡിയോസിലായാലും ഇപ്പം നമ്മൾ പിന്നെ യൂട്യൂബിൽ നോക്കിയാലും ഇടപെട്ട സംഭവങ്ങളുണ്ട്. പക്ഷെ അത് പൊതുവെയുള്ള കമ്മ്യൂണിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ അവർ കഴിവതും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ ഇൻസിഡൻറ്റിൽ കഴിവതും ഇടപെടത്തില്ല. അൺലെസ് ഇറ്റ് ഈസ് നോട്ട് എ ഡേഞ്ചറസ് എന്ന് അവർക്ക് 100% ഉറപ്പുണ്ട് ഇത് ഓക്കെയാണ് എന്ന് തോന്നുന്ന സിറ്റുവേഷൻ ഒഴിച്ച്. അതെ 100%. കാരണം ഞാൻ ഇടയ്ക്ക് കണ്ട ഒരു വീഡിയോ ആണ്, ഒരു ട്രെയിനിൽ ഒരു പയ്യനായിട്ട് കുത്തുകയാണ്, സ്റ്റാബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെയിനിലുള്ള മറ്റു കമ്മ്യൂട്ടേഴ്സിനെ ഇവരിങ്ങനെ വീഡിയോ കാണിച്ചിട്ട് പറയാണ് സോ സാഡ് എന്ന്. അപ്പോൾ ഞാൻ കമന്റ്സ് നോക്കിയപ്പോൾ വീഡിയോ എടുത്താൽ നീ എന്തിനാണ് വീഡിയോ എടുത്ത് കഷ്ടപ്പെട്ടത്, നിനക്ക് ഇടപെടായിരുന്നില്ലേ ഒന്ന്. രണ്ടാമത്തെ കാര്യം, വൈ യു സെയിങ് സോ സാഡ്? കാരണം അവന്റെ ജീവിതം റിസ്ക് ആയാലും എന്ത് ചെയ്യും? ഇപ്പൊ ഈ ഇരിക്കുന്നവന് കുടുംബമുണ്ട്, ജീവിതമുണ്ട്. അവൻ ഈ കുത്തുന്നവനെ രക്ഷപ്പെടുത്താൻ പോകുന്നിടത്ത് ആ കത്തിയെടുത്ത് ഇവനെ കുത്തിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതം പോകുന്നുണ്ട്, പല ആസ്പെക്ട് ഉണ്ട്. പക്ഷേ എനിക്ക് പറയാൻ വന്നത് അതല്ല. ഞാൻ ആസ് എ മലയാളി ആണ് ഞാൻ ചിന്തിച്ചത്. നമ്മൾ മലയാളികളെ കുറിച്ച് എവിടെ തിരിഞ്ഞാലും കുറ്റം പറയുന്ന വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. എവിടെ നോക്കിയാലും വീഡിയോസ് അല്ല, ഐ മീൻ വാർത്ത. നമ്മൾ മലയാളികൾ തന്നെയാണ് മലയാളികളെ കുറിച്ച് കുറ്റം പറയുന്നത്. എപ്പോൾ എന്ത് പറഞ്ഞാലും അവൻ മലയാളിയില്ലേ, അതുകൊണ്ടാണ് അവൻ ചെയ്തത്. മലയാളി അവൻ നശിക്കും എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ആസ്പെക്ട് ഉണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് ഈ V6 കാറുകളോട് ഭയങ്കര ഭ്രാന്താണ്. എനിക്ക് 1-2 കാറുണ്ടായിരുന്നു. ഒരു സ്കോഡയുടെ ഹോണ്ടയുടെ ഒരു V6 ഉണ്ടായിരുന്നു, ഒരു സ്കോഡയുടെ V6 ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പം ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഈ ഹോണ്ടയുടെ V6 ആയിട്ട്, എന്ന് വെച്ചാൽ V6 എന്ന് പറഞ്ഞാൽ പവർഫുൾ എഞ്ചിനാണ്, 6 സിലിണ്ടേഴ്സ് ആണ്, ഭയങ്കര 3-6 കയറ്റമൊക്കെ ഇങ്ങനെ കൂളായിട്ട് കയറിപ്പോവും. അപ്പം അങ്ങനെയുള്ളൊരു വണ്ടിയായിട്ട് ഞാനിങ്ങനെ നാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു നമ്മുടെ മൂവാറ്റുപുഴയൊക്കെ കഴിഞ്ഞിട്ട് കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു വളരെ റൂറലായിട്ടുള്ള ഏരിയയിൽ വരുമ്പോഴത്തേനും എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഞാനപ്പം നോക്കിയപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ആരൊക്കെയോ ഉണ്ട്. ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കണ്ടപ്പം അവിടെ ഉടനെ എനിക്ക് വിളിക്കാൻ റെസ്ക്യൂ നമ്പറോ കാര്യങ്ങളൊന്നും ആ കാലത്തിലില്ല. ബട്ട് അവിടെ റെസ്ക്യൂവിനെ പോലെ ഓടി വന്നത് ഒരു 10 പേര് ആ സിറ്റുവേഷനിൽ ഓടി വന്നു. തൊട്ടടുത്ത വീട്ടിൽ നിന്നൊരു സ്ത്രീ വെള്ളമായിട്ട് വന്നു. അവർ വിളിക്കുകയാണ്, വന്ന് ഇവിടെ നിങ്ങൾ ഇവിടെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മെക്കാനിക്കിനെ വിളിക്കുന്നു. മെക്കാനിക്ക് അടുത്തുള്ളൊരു മെക്കാനിക്കിനെ വിളിച്ച് നമ്പർ പറയുന്നു, അയാളെ വിളിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു കാര്യം പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യും, മെക്കാനിക്ക് എന്തായാലും വരും, സ്ത്രീകളും കുട്ടികളൊക്കെ ഇല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വാ, ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. അവർ ചായ ഉണ്ടാക്കുന്നു, ഉടനെ എന്തെങ്കിലും ഫുഡ് തരുന്നു. ഇതാണ് മലയാളി, റിയൽ മലയാളീസ് ഇതാണ്. ഇത് പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ട്. ഇതേ ഇൻസിഡൻറ്റ് തന്നെ എനിക്ക് മറ്റൊരു സംഭവമുണ്ട്, ഒറ്റ ഒരു ഇൻസിഡൻ്റ് അല്ല. അതായത് അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഉള്ളൊരു വണ്ടിയാണ് ഫോർഡ് എക്കോസ്പോർട്ട് എന്ന് പറയുന്ന വണ്ടി. ഈ വണ്ടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫോർഡ് എക്കോസ്പോർട്ട് സാധാരണ എക്കോസ്പോർട്ട് അല്ല, ഇതിൻ്റെ ഈ 1.1 ലിറ്റർ TS 1 ലിറ്റർ എക്കോ ബൂസ്റ്റ് എന്ന് പറയുന്ന എഞ്ചിനാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുത്തുന്ന ഒത്തിരി അവാർഡുകൾ മേടിച്ചിട്ടുള്ള എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എനിക്ക് ഫാസ്റ്റ് വണ്ടികളോട് താല്പര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയും വാങ്ങിച്ചത്, ഈ ഫോർഡിനോട് തന്നെ ഇത്ര ഇതായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ ഈ വണ്ടിയുടെ ഒരു പ്രധാന പ്രശ്നം ഈ ടയർ ഇങ്ങനെ തള്ളിയിരിക്കുക. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ടയറിന് പെട്ടെന്ന്, ഈ വണ്ടി ഓടിച്ചുള്ളവർക്കറിയാം, സാധാരണ ഫോർഡ് എക്കോ സ്പോർട്ട് ഓടിച്ചവർക്കല്ല, ഈ TSI എക്കോ ബൂസ്റ്റ് ഓടിച്ചവർക്കറിയാം. എനിക്ക് എപ്പോഴും TSI ആയിരുന്നു, മറ്റേ വോക്സ് വാഗൻ ഇത് വെച്ചിട്ട്. ഈ എക്കോ സ്പോർട്ട് ഓടിച്ചവർക്കറിയാം. ഈ വണ്ടിയുടെ ഒരു പ്രശ്നം വെച്ചാൽ ഈ ടയർ പെട്ടെന്ന്, ഇതിനെന്തോ ഒരു സാധാരണ 60 mm അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇത് കുറച്ചുകൂടെ വലിയ ടയറാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് എഡ്ജിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്ത് ചെറിയ സാധനം വന്നാലും ഇത് പെട്ടെന്ന് ടയർ പണിയാവും. പാതിരാത്രി ഏകദേശം ഞാനും എൻ്റെ 2 കസിൻസും കൂടെ മൂന്നാർ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നു. എനിക്ക് സ്ഥലം അത്ര ഓർമ്മയില്ല, തൃശ്ശൂർ അങ്കമാലി ആ ഏരിയയാണ്, രാത്രിയാണ്. വലിയൊരു കുഴിയിൽ വന്നിട്ട് തട്ടി വണ്ടിയുടെ ടയർ പഞ്ചറായി. അവിടെ വണ്ടി ഇട്ട് ഒരു പയ്യൻ അതിൽ ബൈക്കുമായിട്ട് വരുന്നു. ഞാൻ വന്ന് നിർത്തിയിട്ട് പറഞ്ഞു, എന്ത് പറ്റി? അല്ല ഇങ്ങനെ സംഭവമാണ്, എന്ത് ചെയ്യും? കുഴപ്പമില്ല, നമുക്കൊരു മെക്കാനിക്ക് ഇവിടെ ഒരു അണ്ണനുണ്ട്, അണ്ണനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇവൻ അണ്ണനെ പാതിരാത്രി 3 മണിക്കാണ് ഈ അണ്ണനെ വിളിക്കുന്നത്. അണ്ണൻ അവിടെ നിന്ന് വരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വയറിൽ ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നു. ഇവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് വന്നേ. അവിടെ സ്റ്റുഡൻസ് അങ്ങനെയൊക്കെ ഉള്ളവരാണ്, പക്ഷെ വളരെ വൃത്തികെട്ട സെറ്റപ്പാണ്. എങ്കിൽ തന്നെയും അവൻ എന്നെ അവിടെ കൊണ്ടുപോയി. ആ സമയത്ത് നമുക്കൊന്നും അല്ലല്ലോ പ്രശ്നം.
അവിടെ കൊണ്ടുപോയി അവിടെ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേന് ഈ അണ്ണൻ വന്നു. ഈ അണ്ണൻ തൽക്കാലം എന്ത് ചെയ്തു, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ട്യൂബ്ലെസ് ടയറാണ്, ഇതിനകത്ത് ട്യൂബ് ഇട്ട് തന്നു, വണ്ടിക്ക് അത് ട്യൂബ് ഇട്ട് തന്ന് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ള പരിപാടി നോക്കി. മിനിമം കാശേ വാങ്ങിച്ചുള്ളൂ. ഇതൊക്കെയാണ് മലയാളി എന്ന് പറയുന്നത്. ആ ഒരു സ്നേഹം, ആ ഒരു സപ്പോർട്ട്, ആ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് നമുക്ക് നാട്ടിലോ ഇന്ത്യയിലോ ഒക്കെ കിട്ടൂ. ആഫ്രിക്കയിലും ഉണ്ട് ഇത്. നമ്മൾ കണ്ടതാണ്, കെനിയയിൽ നമ്മൾ കണ്ടതാണ്. നമ്മൾ അതിലേ പോകുമ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് അയാളുടെ അടുത്ത് ഹായ് പറയാണ്, കൈ കാണിക്കുക. നമ്മൾ അതിനാലിച്ച് എത്രയോ പേരാണ് ഇവരോട് പറയുന്നത്, കൈ കാണിക്കുന്നത്. ഇവിടെ ഞാനൊരു കാര്യം, ഇവിടെ വളരെ റെയറാണ്. ഇപ്പം നമ്മളിപ്പോൾ ശരിയാണ്, ഇപ്പം നമ്മളൊരു ടാക്സി ഡ്രൈവറാണ്, മറ്റൊരു ടാക്സി ഡ്രൈവർ കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കൈ കാണിക്കും. പക്ഷെ അല്ലാതെ റിയൽ ആയിട്ട് ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എത്ര പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, ഒരു നെയ്ബറിനെ കാണുമ്പോൾ കൈ കാണിക്കുന്നു, അങ്ങോട്ട് പോകുമ്പോൾ കാറിൽ കയറുമ്പോൾ കൈ കാണിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് റോഡിലൂടെ പോകുമ്പോൾ മറ്റേ ഒരാളിങ്ങനെ പോകുമ്പോൾ ഹലോ അണ്ണാ എന്തൊരു വിശേഷങ്ങൾ തോന്നുന്നത് തന്നെ ഇങ്ങനെ കാണിക്കുന്നു. ഇതൊന്നും ഇല്ല ഇവിടെ, അല്ലേ? ആ ഒരു രീതി ചിന്തിച്ചാൽ മലയാളി എന്ന് പറയാൻ നമ്മൾ തീർച്ചയായിട്ടും അഭിമാനം കൊള്ളണം. നമ്മൾ സോ ലക്കി പീപ്പിൾ ഇൻ ദ വേൾഡ് ആണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.